ശരി വിനയ, എന്തായാലും വിനയ തുടരുക. ഒരു വാർത്തയുടെ വിശദാംശം കൂടി വിനയയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വളരെ വലിയൊരു വീഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഈ പാത്തോളജി ലാബിലേക്ക് അയച്ച ശരീര പരിശോധനയ്ക്ക് അയച്ച അവയവങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അജയകുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട്. വിനയ തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. വിനയ, ഇന്നലെ രാത്രി തന്നെ ഈ ആക്രി കച്ചവടക്കാരനെ കസ്റ്റഡിയിലെടുത്തിരുന്നു, അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനെല്ലാം ശേഷം ഒരു അന്വേഷണ വിധേയമായി ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടുള്ള അജയകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ വകുപ്പ് തല അന്വേഷണവും അതുപോലെ തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റിലേക്കും കടന്നിരിക്കുകയാണ്. പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെല്ലാമാണ്? അതിലെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ അവയവ ഭാഗങ്ങൾ മോഷണം പോയ ഒരു സംഭവം നടന്നത്. അതിലാണിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഈശ്വർ ചന്ദ് എന്ന ആക്രിക്കാരന്റെ അറസ്റ്റാണ് നിലവിൽ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിട്ടുള്ള അജയ് കുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അജയ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾക്കെതിരെ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഈ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള 17 രോഗികളുടെ അവയവ ഭാഗങ്ങളാണ് ഈ പാത്തോളജി ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ രോഗികളുടെ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ഈ രോഗികൾക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പാത്തോളജി ലാബ് പോലുള്ള ലാബുകളിലേക്ക് ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ മൈക്രോബയോളജി ലാബിലടക്കം തന്നെ ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് ഈ അവയവ ഭാഗങ്ങൾ പാത്തോളജി ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. രണ്ട് അറ്റൻഡറാണ് ഈ ആംബുലൻസിൽ പോയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ അവയവങ്ങൾ അടങ്ങിയ ബോക്സ് ഈ സ്റ്റെയറിൽ വച്ചതിന് ശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് പോയ സമയത്ത്, മറ്റു ലാബുകളിലേക്ക് പോയി തിരിച്ചു വന്ന സമയത്താണ് ഈ ഒരു ബോക്സ് കാണാതാകുന്ന വിവരം അറിയുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിൽ പോയി പരാതി നൽകുന്നു. ഈ പരാതിയിലാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ആക്രിക്കാരൻ ഇത് ആക്രിയാണെന്ന് കരുതി കൊണ്ടുപോയത് വിവരം പറയുന്നത്. തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഈശ്വർ ചന്ദ് എന്ന് പറയുന്ന ആൾ. അതിനെ തുടർന്ന് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പ്രധാനമായും ഇയാൾ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ആക്രിയാണെന്ന് കരുതിയാണ് താൻ എടുത്തുകൊണ്ട് പോയത്, മോഷ്ടിച്ചതല്ല എന്നായിരുന്നു ഈശ്വർ ചന്ദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ജീവനക്കാർ തന്നെ ആക്രമിച്ചതായും ഈശ്വർ ചന്ദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈശ്വർ ചന്ദിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും മോഷണ ശ്രമം വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ അറസ്റ്റ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ അജയ് കുമാറിനെതിരെ വകുപ്പ് തല നടപടിക്കും ഉത്തരവിറക്കിയിട്ടുണ്ട്. അതുല്യ. ശരി വിനയ, മെഡിക്കൽ കോളേജിൽ നിന്ന് ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്ക് അയച്ചത് മിസ്സായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അവ മോഷണം പോവുകയല്ല, മറിച്ച് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളി ആക്രി സാധനങ്ങളാണെന്ന് കരുതി എടുത്തു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിച്ച മൊഴി. എന്തായാലും അതിൽ കൃത്യമായ ശ്രദ്ധ പുലർത്താത്തതിൽ, അല്ലെങ്കിൽ ആ അശ്രദ്ധ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും വകുപ്പ് തല അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിനയ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.